ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21 അധ്യായം 18 മുതൽ 22 വരെ. മത്തായി 21 18 മുതൽ 22 വരെ. രാവിലെ അവൻ നഗരത്തിലേക്ക് മടങ്ങിപ്പോകുന്ന സമയം വിശന്നിട്ട് വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ട് അടുക്കെ ചെന്നു അതിൽ ഇലയല്ലാതെ ഒന്നും കാണായികയാൽ ഇനി നിന്നിൽ ഒരു നാളും ഫലമുണ്ടാകാതെ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞു. ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി. ശിഷ്യന്മാർ അത് കണ്ടാറെ അത്തി ഇത്ര ക്ഷണത്തിൽ ഉണങ്ങിപ്പോയത് എങ്ങനെയെന്ന് പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. അതിന് യേശു, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരായാൽ ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യും എന്ന് മാത്രമല്ല, ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അതും സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഫലമില്ലാത്ത അത്തിയും പ്രയോജനമില്ലാത്ത അനുഷ്ഠാനങ്ങളോടുകൂടിയ ദേവാലയവും നാശത്തിന് പാകമാണ് എന്ന ഒരു ചിന്തയുണ്ട്. ഈ സംഭവത്തിൻ്റെ നാശവും ചെറിയ തോതിലുള്ള പകപോക്കലും പലരെയും അമ്പരിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ കാണുന്ന ആത്മീക പാഠം മനസ്സിലാക്കിയാൽ ആ അമ്പരപ്പ് അസ്ഥാനത്താകും. ആദ്യം തന്നെ കർത്താവ് യെരുശലേമിൽ നിന്ന് ബഥാനിയയിലേക്ക് പോയി പിറ്റേനാൾ മടങ്ങി വരുമ്പോൾ ഇല മൂടിയ അത്തിയെ കണ്ട് അതിൽ ഫലം തിരയുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മർക്കോസ് പറയുമ്പോൾ ബഥാനിയയിലേക്ക് പോകുന്ന വഴി അത്തിയെ ശപിച്ചു, പിറ്റേനാൾ മടങ്ങി വരുമ്പോൾ അത് ഉണങ്ങി നിൽക്കുന്നത് കണ്ടു എന്നാണ്. ഒരു സാങ്കേതികമായിട്ടുള്ള ചോദ്യം ഇതിലുണ്ട്. കാരണം മുന്തിരിത്തോട്ടത്തിൻ്റെ നടുവിൽ നട്ടുവളർത്തിയ അത്തിവൃക്ഷം, സാധാരണ മുന്തിരിത്തോട്ടത്തിന് നടുക്ക് അങ്ങനെ ഒരു അത്തിവൃക്ഷമൊന്നും നടാറില്ല. എങ്കിലും അതിൻ്റെ മധ്യത്തിലുണ്ടായിരുന്ന അത്തിവൃക്ഷം ഫലം കായ്ക്കാതെ വരുമ്പോൾ ആ കൃഷിക്കാരൻ അതിനെ വെട്ടിക്കളയാൻ ശ്രമിക്കുകയാണ്. എങ്കിലും ഒരു വർഷം കൂടെ നിൽക്കട്ടെ, ഫലം നൽകിയെങ്കിലോ എന്ന് കരുതി അതിനെ വീണ്ടും കിളച്ച് വൃത്തിയാക്കി വെള്ളവും വളവും ഇട്ടുകൊടുക്കുന്ന ഒരു കർഷകൻ്റെ അല്ലെങ്കിൽ യജമാനൻ്റെ ആത്മാർത്ഥമായ സ്നേഹം കർത്താവ് പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഈ അത്തിയോട് ഈ ക്രൂരത കാണിക്കാമോ എന്നതായിരിക്കാം ഒരു ചോദ്യം. അതുമാത്രമല്ല, മിക്കവാറും ഏപ്രിൽ മാസത്തിലാണ് ഈ സംഭവം നടക്കാനുള്ള സാധ്യത കലണ്ടറിൻ്റെ കാലഗതി അനുസരിച്ച്. എന്നാൽ പലസ്തീനിൽ സെപ്റ്റംബർ മാസത്തിലും ജൂൺ മാസത്തിലുമാണ് അത്തിവൃക്ഷങ്ങൾ ഫലം നൽകുന്നത്. വലിയ അത്തി സെപ്റ്റംബർ മാസത്തിലും ചെറിയ മരങ്ങൾ ജൂണിലുമൊക്കെ കായ്ക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ഫലം കായ്ക്കാൻ സാധ്യതയില്ലാത്ത ഒരു സീസണിൽ കർത്താവ് ഈ അത്തിയോട് ഈ ചെയ്തത് ന്യായീകരിക്കാവുന്നതാണോ എന്നതായിരിക്കാം മറ്റൊരു ചോദ്യം. എന്തായാലും യജമാനൻ ഫലം അന്വേഷിക്കുമ്പോൾ അത് നൽകാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഫലശൂന്യത എപ്പോഴും നാശം വിളിച്ചു വരുത്തുന്നു എന്നതാണ് ഇതിൻ്റെ അർത്ഥം. തിങ്കളാഴ്ച രാവിലെ നഗരത്തിലേക്ക് വരുമ്പോൾ കർത്താവിന് വിശന്നു. ഒലിവുമലയിൽ നിശബ്ദവും ഏകാന്തവുമായ ഒരു സ്ഥലത്ത് താൻ ഉറക്കം വിളച്ച് കഴിഞ്ഞുകൂടി എന്നതാണ് മനസ്സിലാക്കുന്നത്. ആയതിനാൽ അവന് വിശന്നു. കർത്താവ് ഓർത്ത് കാണും, അത്തിപ്പഴക്കാലമല്ലായിരുന്നു. മർക്കോസ് 11:13 അങ്ങനെ പറയുന്നു. അത്തിയുടെ പ്രത്യേകത ഫലത്തിൻ്റെ ശേഷമേ ഇലയുണ്ടാകും. ഇലയുള്ള മരത്തിൽ സാധാരണ രുചി കുറഞ്ഞ തലക്കനികൾ കാണും. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 28, ഹോശിയ 9, യിരെമ്യാ 24 ഒക്കെ നമുക്കത് വായിക്കാം. യേശു അന്വേഷിച്ചതും അതുതന്നെയാവാം. ഫലത്തിൻ്റെ ആശ കൊടുക്കുകയും ഫലമില്ലാതിരിക്കുകയും ചെയ്യുന്നത്
ഭക്തിയില്ലാത്ത മതത്തിൻ്റെ ചിത്രമാണ് അങ്ങനെയുള്ള വൃക്ഷം നാശം ക്ഷണിച്ചു വരുത്തി. അത്തി യഹൂദൻ്റെ ചിത്രമാണ്. യോവേൽ 1:7. ഇസ്രായേലിൻ്റെ അത്തിയില അവരുടെ നഗ്നത മറയ്ക്കാനേ ഉപകരിച്ചുള്ളൂ. അപ്പോൾ ശിഷ്യന്മാരിത് കണ്ട് ആശ്ചര്യപ്പെട്ട് കർത്താവിനോട് ചോദിക്കുന്നു, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അപ്പോൾ കർത്താവ് പറയുന്നത്, സംശയിക്കാതെയുള്ള വിശ്വാസം, അല്ലെങ്കിൽ കടുകുമണിയോളമുള്ള വിശ്വാസം, ഉറപ്പുള്ള വിശ്വാസം മലകളെ നീക്കാൻ കഴിയുന്നതാണ്. ദൈവത്തിനൊന്നും അസാധ്യമല്ല. മല പോലെയുള്ള ഏത് പ്രശ്നങ്ങളായാലും ഭാരങ്ങളായാലും എല്ലാം ദൈവിക ശക്തിയാലും പ്രാർത്ഥനയാലും മാറിപ്പോകും. സംശയിക്കരുത്, വിശ്വാസമുള്ളവരായിരിക്കണം. ഇതാണ് കർത്താവ് ഇതിലൂടെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ ഒരു പാഠം. അപ്പോൾ ഇസ്രായേലിൻ്റെ പ്രതീകങ്ങളാണ് അത്തിയും മുന്തിരിയും ഒലിവുമൊക്കെ. അത്തി ഫലമില്ലാത്ത ഇലകൾ മാത്രമുള്ള വർത്തമാനകാലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒലിവ് കൊമ്പുകൾ വീണ്ടും ഒട്ടിക്കുന്ന ഭാവി കാലത്തെ കാണിക്കുന്നു. മുന്തിരി നമ്മുടെ ആത്മീക നിലയെയും സൂചിപ്പിക്കുന്നു. ഒലിവ് മതപരമായ നിലയൊക്കെ കാണിക്കുന്നതാണ്. അതിനുള്ള ദൃഷ്ടാന്തങ്ങളാണ് പഴയ നിയമത്തിലുള്ളത്. അപ്പോൾ യജമാനൻ്റെ അന്വേഷണത്തിൽ ഫലമുള്ളവരായിരിക്കുക എന്ന ഒന്നാമത്തെ പാഠവും, വിശ്വാസം, സംശയരഹിതമായ ഉറപ്പുള്ള വിശ്വാസമുണ്ടെങ്കിൽ ഏത് അസാധ്യ കാര്യങ്ങളും നമുക്ക് സാധിക്കും എന്നത് രണ്ടാമത്തെ പാഠവുമാണ്. അതുകൊണ്ട് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായിരിക്കാം. യജമാനൻ അന്വേഷിക്കുമ്പോൾ ഫലമുള്ളവരായിരിക്കാം. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവെ, പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. രാത്രിയിൽ ഉറക്കവും പ്രഭാതത്തിൽ ഉണർവും ദാനമായി നൽകിയല്ലോ. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഫലമുള്ളവരായിരിക്കാൻ സഹായിക്കണമേ. ഫലരഹിതമായ എല്ലാ ഘടനകളെയും മാറ്റുന്നതിനും വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി ജീവിക്കുന്നതിനും ഇന്ന് ഞങ്ങളെ സഹായിക്കണം. അങ്ങനെ തീരുമാനത്തോടുകൂടി പകൽക്കാലത്തെ വരവേൽക്കാൻ ഞങ്ങളെല്ലാവരെയും ഇടയാക്കണമേ. യേശുമശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.